നിങ്ങളാരാ? എന്താ വേണ്ടേ? നിങ്ങൾ പണ്ഡിതനാണോ? സാർ പണ്ഡിതനല്ല, ആരാധകനാണ്. സാറിന് അറിയോ? സാറിന്റെ ഗോലിമാരോ 9 പ്രാവശ്യം കണ്ടു. എത്ര പ്രാവശ്യം? 7. എത്ര? 2. 1.5. സാറിന്റെ ഡയറക്ഷൻ പൈൽസ്ബർഗിനേക്കാൾ സൂപ്പർ സാർ. താൻ എന്തിനാ വന്നേ? ആദ്യം അത് പറ. സാറിന്റെ പുതിയ പടത്തിൽ ആളെടുക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതിന് തനിക്ക് അഭിനയിക്കാൻ അറിയോ? പിന്നെ അഭിനയമല്ല അറിയൂ. തനിക്ക് രസങ്ങൾ അറിയോ? പിന്നെ രസങ്ങൾ ഞാൻ ഉണ്ടാക്കാം, പക്ഷെ സാമ്പാർ സാറുണ്ടാക്കണം. ഡോ അതല്ല, തനിക്ക് നവരസങ്ങൾ അറിയോന്ന്? അറിയാം സാർ, പക്ഷെ പബ്ലിക് വേദികൾ കാണിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? നാട്ടുകാരും വീട്ടുകാരും. അത്രയ്ക്ക് നല്ല രസമായിരിക്കും. അതുകൊണ്ടല്ല സാർ, അവർക്ക് സഹിക്കാൻ പറ്റണില്ല. തനിക്ക് വേറെ വല്ലതറിയോ? സാർ, ഞാൻ നന്നായി പാട്ട് പാടും. ഉവ്വോ, അന്ന താനൊരു പാട്ട് പാടണ്ട. വളർന്നു മുറ്റിയ കലാകാരനാ സാർ, ഒതുക്കരുത്. വളർന്നു മുറ്റിയതോ? അതെ സാർ, ഇനി വളരാനില്ലല്ലോ സാർ. പാടിക്കോ. പാട്ട് നന്നായാൽ താനായിരിക്കും എന്റെ പുതിയ സിനിമയിലെ ഗായകനും നായകനും. പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ. അമ്മ കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ മതാഥൻ. എന്റെ സിരയിൽ ദുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൽ ചെതുവാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടി